നിങ്ങളോ? അതേടാ, ഞങ്ങൾ തന്നെയാ. ഇതിനു മുമ്പ് രണ്ടെണ്ണത്തിനെ കൊന്നതും ഞങ്ങൾ തന്നെയാ. നിനക്ക് സംശയമുണ്ടോ? ചതിയന്മാരെ, നിങ്ങളെ രണ്ടുപേരും അവർ ജീവന തുല്യരാ സ്നേഹിച്ചേ. എന്നിട്ട് നിങ്ങൾ എന്തിനാ അവരെ കൊന്നത്? നീ എന്താ വിചാരിച്ചേ, പെണ്ണുങ്ങളെ കൊല്ലുന്നത് ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആണെന്നോ? നോ വേ. ആ രണ്ടുപേരും ഞങ്ങളുടെ ടാർഗറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ കൊന്നത്. ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊല്ലാൻ അവർ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ അറിവ് നിങ്ങളെ അവർ സ്നേഹിച്ചല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കിയാൽ നീയും ഞങ്ങളോടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിന്നെ ഞങ്ങളെ കൊല്ലാൻ പോകുവാണല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹെൻറി, അവനൊന്നും മനസ്സിലായില്ലെന്ന് നീ ഒന്ന് ശരിക്കൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തേ. ഞാനല്ലാതെ വേറെ ആരാ ഇവനിതൊക്കെ ഓർമ്മിപ്പിച്ച് കൊടുക്കണ്ടേ? ഇപ്പോഴും പൊന്നുമോനൊന്നും മനസ്സിലായിട്ടില്ല. ഉള്ള ഇടിയും തൊഴിയും കൊണ്ട് അവിടെ കിടക്കുക. ഇനി ആക്ഷൻ വേണ്ട, പറഞ്ഞു കൊടുക്കടാ. നിനക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും മറക്കില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടോ 6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കൊന്നു കളഞ്ഞ ലീനയെ? ലീന നിങ്ങളുടെ നീ ഒരു പൊട്ടൻ തന്നെ. നീ മാത്രല്ല, നിന്റെ കൂടെയുള്ള എല്ലാവരും. എന്റെ മുഖത്ത് നോക്കിയ ഞങ്ങൾ ട്വിൻസ് ആണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അതുപോലെ നിനക്ക് മനസ്സിലായില്ലല്ലോ. നീ എന്താ പറയുന്നില്ലയോ? അവരൊക്കെ അവളെ ആസ്വദിച്ച് കൊന്നു അടഞ്ഞിട്ട് പിന്നെ അവളെ പറ്റി അവർക്ക് ആലോചിക്കുവോ? പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. അന്നൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധമോ? ഒരാളെയൊക്കെ പച്ചയ്ക്ക് കൊന്നു കളയുന്നതാണോ നിന്റെയൊക്കെ അബദ്ധം? അങ്ങനെയല്ല. അന്ന് ഞങ്ങള് റാഗിയ നോക്കിയപ്പോ അവള് വഴങ്ങിയില്ല. അപ്പോ ഞങ്ങൾക്ക് ദേഷ്യം വന്നു. അപ്പോ പ്ലീസ് ഒന്നും ചെയ്യല്ലേ. നിന്റെ വിശദീകരണങ്ങളൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. ഇനി നിനക്കധികം നേരമില്ല. ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഇതൊക്കെ തുടക്കം കുറിച്ച് തന്നെ. പ്ലീസ് ഒന്നും ചെയ്യല്ലേ. ഹെൻറി, അവൻ്റെ ആ ഡ്രഗ് ഡോസ് കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്യാം. Happy journey, my dear friend. Mission completed. Leo, Henry, Kevin, എന്നൊന്നും ചെയ്യരുത്. കെവിൻ, അവിടെ നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സർ, ചെക്ക് ചെയ്തിട്ട് അറിയാൻ കഴിഞ്ഞത് ഉള്ളിൽ ഡ്രഗ്സ് ചെന്നിട്ടുണ്ട്, കൂടിയ അളവിൽ. അപ്പോൾ ഇയാളുടെ പെങ്ങളല്ലേ മരിച്ചു പോയത്. അപ്പം അതിൻ്റെ സ്ട്രെസ്സിൽ ഇയാൾ സൂയിസൈഡ് ചെയ്തതാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ കാര്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഉടനെ ഒരു മരണം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ സർ, അപ്പോൾ ഫൈനൽ റിപ്പോർട്ട് സൂയിസൈഡ്. ഹേയ്, അവിടെ നിന്നേ. യെസ് സർ. ഇവിടെ മിക്കവരോടും ചോദിച്ചു കഴിഞ്ഞു. എന്നാലും തന്നോടും കൂടെ ചോദിക്കാം. എനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഇവിടെ? അവനിപ്പോ നമ്മുടെ പേര് പറയും, ഹെൻറി. പറയില്ലയോ? ഐ എം ഷുവർ. പറയൂ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നോ സർ, എനിക്കാരെയും സംശയമില്ല. ഓക്കെ, ഇതൊരു കോമൺ ആൻസർ ആയതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പം യു ക്യാൻ ഗോ.
പിന്നെ ലിയോ ആൻഡ് ഹെൻറി, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങൾ ആരെങ്കിലും ആയിരിക്കാം. സോ ബി കെയർഫുൾ, എങ്ങും ഒറ്റയ്ക്ക് പോകാതിരിക്കുക. അപ്പം ഓക്കെ. ഓക്കെ സർ. കെവിൻ, എന്താ ഞാനാണോ നിങ്ങളുടെ അടുത്ത ടാർഗറ്റ്? കെവിൻ, നീ കാര്യങ്ങളൊന്നും അറിയാതെ സംസാരിക്കുന്നേ. ഞാൻ നിങ്ങളിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? ഞാൻ പണ്ട് കണ്ട ഹെൻറി ലിയോ അല്ല നിങ്ങളിപ്പോ. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ നീ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരുപാട് മാറിപ്പോയെന്ന്. ആരെങ്കിലും ചുമ്മാ മാറുമോ? ഇല്ലല്ലോ. അവർക്കും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരാളുടെ ആത്മശാന്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഞങ്ങൾ? ആത്മശാന്തിയോ? എനിക്ക് മനസ്സിലായില്ല. നിനക്കറിയാലോ എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നുള്ള കാര്യം. അവള് മരിച്ചുപോയി. എങ്ങനെ? മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, കൊന്നു കളഞ്ഞു എന്ന് വേണം പറയാൻ. അവൾക്ക് ശരിക്കും എന്താ സംഭവിച്ചത്? അവൾക്ക് ഈ ക്യാമ്പസിൽ തന്നെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് എനിക്ക് അതിന് ഒട്ടും സമ്മതമല്ലായിരുന്നു. ഹെൻറി പക്ഷെ അതിനെ സമ്മതിച്ചു. ഹെൻറി അവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു ഞാൻ അതിനെ സമ്മതിക്കാതിരുന്നത്. അവസാനം ഇവിടേക്ക് വിടാൻ ഞാൻ തീരുമാനിച്ചു. എന്ത് പരിപാടി? നിന്റെ ഹെൻറിയുടെ തള്ളും കേട്ടി ഇവിടെ ഇരിക്കുക. നീ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ സഹിക്കണമല്ലോ. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. ലീനമ്മോ, നിനക്ക് സുഖല്ലടാ അവിടെ? അതല്ല എന്റെ പൊന്നെ എന്റെ ചായ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഇവിടെ നല്ല സുഖം. ഡേഡേ, നിങ്ങൾക്കൊക്കെ പഞ്ചാര അടിക്കണമെങ്കിലേ വേറെ പേഴ്സണലി പോയി കോൾ ചെയ്യേ. അല്ല പിന്നെ ഇവിടെ ഒരു സിംഗിൾ പസംഗി ഇരിക്കുന്നുള്ള വല്ല വിചാരം നിങ്ങൾക്കുണ്ടോ? ഒരു ചേട്ടനാണെന്നുള്ള പരിഗണന പോലും ഇല്ല. അയ്യാടാ, ഒരു സിംഗിള് പറ്റിയ സമയത്ത് അവനെ പോയി വളയ്ക്കണമായിരുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഞങ്ങള് പഞ്ചാരടിക്കണം അവന്റെ പ്രശ്നം. ഓ, നിന്നെ വൈകിറങ്ങാൻ എന്തായാലും ഞാനില്ല. എന്നെങ്കിലും ഒരിക്കൽ അവനെ കാണുമല്ലോ, അന്നേരം ഞാൻ വളച്ചോളാം. നീ പോടി. എന്റെ കഷ്ടകാലം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവൾക്ക് ക്യാമ്പസിൽ തുടക്കം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ലേ? ഞങ്ങളും തുടക്കം അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നേ. പക്ഷേ അവൾ ഞങ്ങളോടെല്ലാം മറിച്ചു വെക്കുകയായിരുന്നു. കാരണം ഞങ്ങളിതെല്ലാം അറിഞ്ഞ അവളെ ഇവിടെ നിന്ന് മാറ്റുമെന്ന് അവൾക്ക് നല്ലപോലെ അറിയായിരുന്നു. എടാ, ഞാൻ അപ്പുറത്തേക്ക് പോവാ, നിങ്ങൾ സംസാരിക്കേ. ഞങ്ങൾ കൊന്ന ആ 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അവരായിരുന്നു ഇവളെ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അവളെ ഒരുപാട് ഉപദ്രവിക്കുകയും അവളുടെ സീറ്റിൽ ഓരോന്ന് കൊട്ടിച്ചു വെക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മറ്റുള്ള പെൺപിള്ളേരെ പോലെ അവൾ അടങ്ങിയിരുന്നില്ല. അവളെ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. പക്ഷേ അതവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അത് വലിയൊരു അടിയിലേക്ക് കലാശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവരുടെ ആ ഒരു റിവെഞ്ച് അവിടെ തുടങ്ങിയത്. അങ്ങനെ അവരുടെ ഉള്ളില് പക വളർന്നു. അങ്ങനെ ബെഞ്ചമിനെ കൂട്ടുപിടിച്ച് അവളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. അങ്ങനെ അവര് ക്ലാസ്സിലെ പെൺകുട്ടിയെ കൊണ്ട് തന്നെ പറയിച്ചു, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അവള് വരണമെന്ന് പറഞ്ഞിട്ട്. അവളത് വിശ്വസിച്ച് അവിടേക്ക് ചെന്നു. മോളെ, ഇതാരെയാ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. നിന്നെ ഒന്ന് കൈയ്ക്കിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു. അതിനിങ്ങനെ ചാൻസ് തന്നെ ഒത്തുകിട്ടി. നീ എന്താ ബർത്ത്ഡേ പാർട്ടി കൂടാൻ വന്നതാണോ? നിന്നെ ശരിക്കും നിങ്ങളെ ബർത്ത്ഡേ പാർട്ടി കൂട്ടിച്ചിട്ടേ ഇന്ന് വീട്ടുള്ളൂ മൈലീന. ഇന്ന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അവള് വേദന സഹിക്കാൻ വയ്യാതെ അവിടുന്ന് ഇറങ്ങി ഓടി. പക്ഷേ എന്നിട്ടും ഒരു വിട്ടില്ല. ഇനിയുള്ള കാര്യം ഈ ഞാൻ ചെയ്തോളാം, നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്. നിങ്ങൾ എന്തായാലും തിരിച്ചു പോക്കോ. അവളുടെ കാര്യം ഞാൻ ഏറ്റു.
മിഷൻ കംപ്ലീറ്റഡ്. അവളെ അവര് നിഷ്കരണം കൊന്നളഞ്ഞു. സത്യമാ, ഞാനവളുടെ ഇച്ഛാനൊക്കെ തന്നെയാ. പക്ഷേ എന്നെക്കാളേറെ വേദനിച്ചൊരു ഹൃദയമുണ്ട്. ഹെൻറി, അവനായിരുന്നു പക വീട്ടണമെന്ന് അത്ര നിർബന്ധം. പക വീട്ടുമെന്ന് ഞാൻ അവന് വാക്കുകൊടുത്തു. അങ്ങനെയാ ഞങ്ങൾ ഈ കോളേജിൽ വന്ന് ചേർന്നത്. അവരെ കണ്ടതും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നടിച്ചതും അവരെ തന്നെ പ്രണയിച്ചതും. ഇനി നീ പറ, ഞങ്ങൾ ചെയ്തത് തെറ്റാണോ? തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നിൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരാം. നിനക്ക് ഞങ്ങളെ കാണിച്ചു കൊടുക്കാം. എന്ത് ശിക്ഷയും ഞങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. നോ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ കെവിൻ, ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തതിന് സോറി. അതൊന്നും കുഴപ്പമില്ല. ഞാൻ കരുതി എൻ്റെ ഭാഗത്ത് എത്തിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നോട് മിണ്ടാത്തതെന്ന്. ഇത്ര വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ലിയോ, നീ ഒന്ന് ചിരിക്കോ? നിന്റെ ചിരിച്ച മുഖം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ലീന, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നൂടി. ഇപ്പോൾ നിന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവുന്ന എനിക്കറിയാം. പക്ഷെ എൻ്റെ മനസ്സിന് ഒരു ശാന്തി കിട്ടുന്നില്ലല്ലോ ലീന. ഇല്ല, നീ എവിടെയും പോയിട്ടില്ല ലീന. നീ എൻ്റെ കൂടെ തന്നെയുണ്ട്. നീ എന്നെ വിട്ട് എങ്ങും പോവില്ലെന്ന് എനിക്കറിയാം. നീ എവിടെയും പോവില്ല എന്നെ വിട്ട്. നിനക്കറിയാം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന്. അതുകൊണ്ട് നീ എന്നെ വിട്ട് പോവില്ലെന്ന് എനിക്കറിയാം. ഹെൻറി, കെവിനെ, നീയോ? കെവിനെ, നീ പറ, അവൾക്ക് എന്നെ വിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവളെവിടെയും പോയിട്ടില്ലല്ലോ അല്ലേ? ഹെൻറി, പ്ലീസ്, നീ പഴയ പോലെ ആവല്ലേ. എടാ, അവൾ പോയി. ഇനി നീ എഴുതിട്ട് എന്താവാനാ? എടാ ലിയോ, നീ എന്താ പറയുന്നത്? നിങ്ങളുടെ കണ്ണിലൊക്കെ ആയിരിക്കും അവൾ പോയത്. എൻ്റെ കണ്ണിൽ അവൾ പോയിട്ടില്ല. എല്ലാ ദിവസവും അവളെന്നെ കാണാൻ വരും. എനിക്ക് അവളില്ലാതെ പറ്റുന്നില്ലടാ. എനിക്ക് അവളെ വേണമടാ. എന്തിനാ ദൈവം എന്നോട് ചതി ചെയ്ത്? അതല്ല, നിങ്ങൾ രണ്ടും ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ ആ ക്യാമ്പസ് ഫുൾ അരിച്ചു പെറുക്കി. ആ ക്യാമ്പസ് അരിച്ചു പെറുക്കാൻ പോയ ടൈമില് ഈ ക്യാൻറ്റീൻ ഒന്ന് അരിച്ചു പെറുക്കിയിരുന്നെങ്കിൽ എപ്പോഴേ ഇച്ചിരി വൃത്തിയായേനെ. ആയിക്കോട്ടെ. ലിയോ, ചുമ്മായിരുന്നേ. എന്താടാ കാര്യം? എന്തിനാ തിരക്കിയേ? അതായത് ഞാൻ എന്റെ നാട്ടിൽ വരെ പോകുന്നുണ്ട്. അവർക്ക് എന്നെ കാണണമെന്ന്. അപ്പോ നിങ്ങളും കൂടെ വാ. നിങ്ങളെ അവിടെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ. അത് നല്ലൊരു ഐഡിയ. എന്തായാലും മനസ്സൊന്ന് റിലാക്സ് ആവുകയും ചെയ്യുമല്ലോ. ഞാൻ വരണമെന്ന് നിർബന്ധമുണ്ടോ? പിന്നെ ഉണ്ടുണ്ട്, എനിക്ക് നിർബന്ധമുണ്ട്. നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. അയ്യവാ, നല്ല അടിപൊളി സ്ഥലം. അതെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു നാട്ടിൻപുറത്ത് പോയി വീട് വെക്കണം. അടിപൊളി സ്ഥലത്ത്. കൂടെ നമ്മുടെ ലിയോയും ലിയോയുടെ ചെക്കൻ കെവിനും വേണം. അപ്പൊ അടിപൊളിയായിരിക്കല്ലേ? എടാ ഹെൻറി, നീ എന്താ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക? എങ്ങോട്ട് നടക്ക്. നടക്കുവാ. ഇതാ എന്റെ വീട്. രണ്ടാളും കേറുക. അല്ലേ, എന്റെ ചെറുക്കൻ ഇങ്ങ് വന്നു. കാണാൻ പറഞ്ഞപ്പോഴേ ഓടി ഇങ്ങ് പോകുന്നില്ല. പിന്നല്ല, എന്റെ നമുക്ക് വെച്ചൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു ചേർത്തില്ലയോ? പിന്നെ ഇവര് ആഹാ, എന്റെ പൊന്നപ്പൻ ഇവിടെ ഉണ്ടായിരുന്നോ? പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. നീ പറമ്പിൽ നാറ്റിക്കോലൂടെ ചേർക്കാം.
മക്കളെ, എന്റെ പേര് ഡേവിഡ് ആന്റണി. ഇവന്റെ അപ്പൻ, അത് ആൻമരിയ, ഇവന്റെ അമ്മ. ഹായ് അങ്കിൾ, ഞാൻ ലിയോ. ഹായ് അങ്കിൾ, ഞാൻ ഹെൻറി. അയ്യോ, പരിചയപ്പെടുത്തുന്നില്ല മക്കളെ. നിങ്ങളെ പറ്റി അവർക്ക് പറയാൻ 100 നാക്കാണെന്നേ. നിങ്ങളൊന്ന് നിക്ക് മനുഷ്യ, അവരതിലൊന്ന് കയറി ഇരുന്ന പോലില്ല. അതിനൊന്ന് വള 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 നിങ്ങൾ ഇരിക്കും മക്കളെ. പിന്നെ ഞങ്ങളും കൂടാതെ ഇവിടെ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അതിനെ കൂടി ഒന്ന് വിളിക്കാം. കിയാരെ, ഒന്ന് താഴേക്ക് വന്നേ. ആ അമ്മ. മോളെ, ഇത് ലിയോ, ഇത് ഹെൻറി. എന്നാ നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ. റൂം റെഡിയാണ്. എന്റെ പൊന്നു ക്യാരി, നീ ഇങ്ങനെ വായും പൊളിച്ചെന്ന് എനിക്ക് വെറുതെ പണി മേടിച്ചു തരില്ലേ? ഞാൻ എല്ലാം പറഞ്ഞിട്ടല്ലേ അവരിങ്ങോട്ട് കൊണ്ടുവന്ന്. ഈ ചായ ഞാൻ ഇന്നും ഒന്നരൊന്നും അല്ലല്ലോ ഹെൻറി ചായനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇത്രയധികം അത്യാവശ്യം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. എനിക്കറിയാം മോളെ, നിന്റെ സ്നേഹം സത്യമാണെന്ന്. പക്ഷേ ഈ സ്നേഹം നിനക്ക് നിരാശ മാത്രമേ തരൂ. മരിച്ചു പോയിട്ടും ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അവിടെ വേറെ ആർക്കും സ്ഥാനമില്ല. എനിക്കറിയാം ഈ ചായ, മനസ്സിലായിട്ട് സ്നേഹിക്കുന്ന എല്ലാവരുടെയും സ്നേഹത്തിന് അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ. അദ്ദേഹം എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. പക്ഷേ എൻ്റെ സ്നേഹത്തെ മാത്രം ഞാൻ തടയരുത്. ഇല്ല മോളെ, ഇച്ചാൻ ഇനി തടയുന്നില്ല. അവസാനം എൻ്റെ മോൾ സങ്കടപ്പെടാൻ ഒരിടയുണ്ടാവരുത്. അത് മാത്രമേ ഇച്ചാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നീ എവിടെ പോയതായിരുന്നു? ഞാൻ എൻ്റെ ഫോൺ താഴെ വെച്ച് മറന്നു, അതെടുക്കാൻ പോയതാ. ഓ, എടാ, എൻ്റെ തോന്നലാണോന്ന് എനിക്കറിയില്ല. അവളുണ്ടല്ലോ, ആ കിയാര, ആ കുട്ടിയുടെ നോട്ടത്ര ശരിയല്ല. ആ കുട്ടിക്ക് എന്താ കുഴപ്പം? നല്ല പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുന്നു. അല്ല, ആ കുട്ടിയുടെ നോട്ടത്തിന് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പം തോന്നിയില്ലല്ലോ. ഏയ്, വേറെ കുഴപ്പമൊന്നുമല്ല. അല്ല, നിങ്ങളെ ഒന്നും നോക്കിയ ആ ഒരു രീതിയിലല്ല ആ കുട്ടി എന്നെ നോക്കിയ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്താടാ, നിനക്കുള്ള ക്രഷ് അടിച്ചോ അവനോട്? ലിയോ, ഒന്നല്ല, ഒരു 100 വട്ടം ഞാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിൽ അവളല്ലാതെ വേറെ ആരും വരില്ല, ഒരിക്കലും വരില്ല. അതിപ്പോ എത്ര ലോക സുന്ദരിയാണെന്ന് പറഞ്ഞാൽ പോലും. ഞാൻ ഒരു തമാശ പറഞ്ഞതാ. കെവിൻ, I want to talk to you. ലിയോ, ഇരിക്കെ. എന്താടാ പറയാനുള്ളേ? ഞാൻ നിങ്ങൾ പറഞ്ഞെല്ലാം കേട്ടിരുന്നു. അതായത് കിയാരയ്ക്ക് ഹെൻറി ഇഷ്ടമാണെന്നുള്ള കാര്യം. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അവൻ ഈ ഒരവസ്ഥയിൽ നിന്ന് റിക്കവർ ആകണം. പക്ഷേ ഹെൻറി ഇതിന് സമ്മതിക്കില്ലല്ലോ. അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളല്ലേ ഉള്ളത്. അതെ, അവൻ ഒരിക്കലും മനസ്സോടെ ഇതിന് സമ്മതിക്കില്ല. മുമ്പ് ഞാൻ നിറഞ്ഞു നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞത് അവന്റെ മനസ്സിൽ അവളല്ലാതെ വേറെ ആരും വരില്ലെന്നാ. അതിപ്പോ എന്ത് തന്നെയായാലും അവളുടെ കണ്ണു നിറയുന്ന കാണാൻ എനിക്ക് പറ്റില്ല. എങ്ങനെയൊക്കെയായാലും ലീനയുടെ പ്രായമല്ലേ അവൾക്കുള്ളൂ. എനിക്കുറപ്പാ, ക്യാരി ഒന്ന് ആഞ്ഞു പരിശ്രമിച്ച ഉറപ്പായി അവന്റെ മനസ്സിൽ ഇപ്പൊ തന്നെ അവൻ അവളെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മക്കളെ, നിങ്ങൾ എവിടെ നിൽക്കുമായിരുന്നു? ഞാൻ നിങ്ങളെ കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എന്തായാലും മറ്റേ കുട്ടിയോട് വിളിച്ചോട്ടോ. കിയാര, ഞങ്ങൾ കുറച്ച് ബിസിയാ. നീ ഒന്ന് പോയി വിളിക്കാവനെ. ഞാൻ വിളിക്കാം. ഹലോ. എന്താ? അല്ല, അമ്മച്ചി പറഞ്ഞു കഴിക്കാൻ വിളിക്കാൻ. ഓക്കെ. അയ്യോ, പാറ്റ. ഞാനൊന്ന് താഴേക്ക് ചെല്ലട്ടെ. വേഗം കഴിക്കാൻ വരൂ. എനിക്ക് എങ്ങനെ തോന്നി ആ കുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ? എനിക്കെന്താ അവളെ ലീന പോലെ തോന്നിയ ഒരു നിമിഷം എന്തൊക്കെയോ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ പോലെ തോന്നി. എടാ, നീ എന്താ കരയുന്നേ? കെവിനെ, ലിയോ, എനിക്കൊരു
തെറ്റുപറ്റി. ഞാൻ ഞാൻ ആ കുട്ടിയോടോ ഏത് കുട്ടി? കെവിനെ ഞാൻ ലീലയാണെന്ന് കരുതി. എന്നോട് ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വമല്ല. അതിനിവിടെ നീ അറിഞ്ഞോണ്ട് ചെയ്യാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അത് മനഃപൂർവ്വമല്ല, അത് അവക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഓക്കെ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. മോളെ, നീ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലൊന്നും അല്ല മോളെ കാര്യങ്ങള്. അവൻ ലീനയാണെന്ന് കരുതിയ. എനിക്ക് മനസ്സിലായി ഏട്ടാ. പെട്ടെന്നുള്ള മുഖത്തെ എക്സ്പ്രഷൻ, അതുപോലെ കണ്ണുകളിലെ തിളക്കം, അതിലേറെ കണ്ണുകളിലെ പ്രണയം. എനിക്ക് മനസ്സിലായി ആ ചുംബനങ്ങൾ എനിക്കുള്ളതല്ലെന്ന്. മോളെ, ഇപ്പോഴും ഞാൻ പറയാം, നീ ഒട്ടും വൈകിട്ടില്ല. നീ സ്വയം സങ്കടപ്പെടാതെ ഇതിൽ നിനക്ക് പിന്മാറിക്കൂടെ? ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ കുട്ടിക്കാലം മുതൽ എനിക്ക് സ്നേഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കിട്ടില്ല എന്നറിഞ്ഞ ആ ഒരു നിമിഷത്തിൽ തന്നെ എനിക്ക് ഉപേക്ഷിക്കാതെ ഉള്ളായിരുന്നു. ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നില്ലേ ചായ? കുട്ടിക്കാലത്തുള്ള ഹെൻറി ആയിരുന്നു ഇപ്പോൾ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ലീന എന്ന് പറയുന്നൊരു വ്യക്തി അവൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായും നിന്നെ സ്നേഹിച്ചേനെ. അന്നെനിക്ക് 100% ഉറപ്പാ. ഇപ്പൊ നീ അത് വിട്ടേക്ക്. എന്താടാ ഇവര് പറയുന്നേ? നീ എന്നുമല്ല ലീനയെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഒരു 10ാം ക്ലാസ് 11ാം ക്ലാസ് അല്ലേ? പക്ഷേ ഇവിടെ നിന്നെ വൺ സൈഡായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് അതിലേറെ നാളായി. നിനക്കറിയോ, നിന്നെ പറ്റി കെവിൻ പറഞ്ഞുള്ള അറിവും അതുപോലെ അവൻ കാണിച്ചിട്ടുള്ള ഫോട്ടോയും അത് മാത്രമായിരുന്നു അവളുടെ പ്രണയത്തിനുള്ള കാരണം. ഇതിനൊക്കെയല്ലേ ട്രൂ ലവ് എന്ന് പറയുന്നത്. നീ ലീനയുമായി പ്രണയത്തിലായി എന്നറിഞ്ഞിട്ട് പോലും അവളൊരു തരി പിന്നോട്ട് മാറിയില്ല. ചെറിയ ഒരു പ്രതീക്ഷ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നിട്ടും നിന്നോട് അവൾ പുറത്ത് കാണിച്ചില്ല, ഇപ്പോഴും കാണിക്കുന്നില്ല. നിന്നോടുള്ള സ്നേഹം അവൾ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇനിയെങ്കിലും ആ പാവത്തിന്റെ സ്നേഹം കണ്ടില്ല നടിക്കരുത് ഹെൻറി. അത് ലീന പോലും നിന്നോട് പൊറിക്കില്ല. അവൾ നീയൊരു നല്ല ജീവിതത്തിലാകാനായിരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ ഇനിയെങ്കിലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. ആ കുട്ടി ആത്മാർത്ഥത്തോടെ തന്നെ സ്നേഹിക്കുന്ന ഇനിയെങ്കിലും കണ്ടില്ല എന്നടിച്ചാൽ ആ കുട്ടിയുടെ ഹൃദയം തകർന്നു പോകും. ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലേ? ഇപ്പോ എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലും എന്റെ നല്ല ജീവിതത്തിൽ നീ ആഗ്രഹിക്കും. അതുപോലെയല്ലേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്ലീസ് ലീന, നിനക്കും അതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. ഇനി എന്റെ കൂട്ടിൽ ഒരുമിച്ചു വാഴാം, കൂടെ വരൂ എന്റെ കൺമണി പെണ്ണേ. ഇനി എന്റെ ചിറകിന്റെ തണലിൽ മയങ്ങാൻ നീ വരൂ കുറുമൊഴി പെണ്ണേ. ഹേയ് ക്യാര, എന്താ പരിപാടി? ഞാൻ വെറുതെ ഇങ്ങനെ. താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് പുറത്ത് വരുന്നു പോയാലോ? നമ്മളെന്താ ഇവിടെ? എന്തായാലും തന്നെ മുക്കിക്കൊല്ലം കൊണ്ടുവന്നല്ല. താൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ പ്രണയിച്ചിട്ടുണ്ട്, പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ പ്രണയം ഞാൻ പ്രണയിക്കുന്നയാൾ തിരിച്ചറിഞ്ഞിട്ടില്ല, ഇനി അറിയാനും പോകുന്നില്ല. ഒരു പക്ഷേ അയാൾ തിരിച്ചറിഞ്ഞ അയാളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും തനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ഫസ്റ്റ് എന്നെ നോക്കി പേടിപ്പിക്കും, അതിനുശേഷം എന്നെ ഇഷ്ടമല്ലെന്ന് പറയും. പിന്നെ അയാളുടെ റൂമിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എന്നെ ചവിട്ടി പുറത്താക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ താനീ പറഞ്ഞതിനെല്ലാം വിപരീതമായിട്ടാണ് നടക്കുന്നതെങ്കിലോ? ഒരിക്കലില്ല, അയാൾ ഇപ്പോഴും ഒരാളെ അഗാധമായി പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സ്വന്തമാവില്ല എന്നറിഞ്ഞിട്ടും. ഒരു പക്ഷേ അയാൾ ആ വലയത്തിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടെങ്കിലോ? തനിക്ക് എന്നെ എങ്ങനെയാണോ ഇത്രയും വർഷം മനസ്സിലായിട്ട് സ്നേഹിക്കാൻ തോന്നിയത്? ഇതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എനിക്ക് വട്ടായെന്നൊന്നും ചിന്തിക്കണ്ട. ഞാൻ എൻ്റെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു. മരിച്ചുപോയ ഒരാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. സോ എൻ്റെ നല്ലൊരു ലൈഫായിരിക്കുമല്ലോ അവൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹത്തിന് ഞാനായിട്ട് ഒരിക്കലും എതിര് നിൽക്കില്ല.
അതുപോലെ നിന്നെ അവിടെ വിഷമിപ്പിക്കാനും പോകുന്നില്ല. എന്നുവെച്ചാ ലിയോ ഇത് നോക്കി അവിടെ സെറ്റായി. എന്താ നോക്കുന്നേ?